ശ്രീ CR മഹേഷ് ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ M വിൻസെന്റ്. സർ, UDF സർക്കാരിന്റെ കാലത്ത് 6 മെഡിക്കൽ കോളേജിൽ ആരംഭിച്ച സ്ഥാനത്താണ് ഒരു കാത്തലോഗ് ആരംഭിച്ച കാര്യത്തെക്കുറിച്ച് അഭിമാനത്തോടു കൂടി മന്ത്രി പറയുന്നത്. സർ, എൻ്റെ ചോദ്യം ഇതാണ് സർ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വാർഡ് നമ്പർ 16, 17, 18, 19 4 വാർഡുകൾ 600ഓളം രോഗികളെ കിടത്തി ചികിത്സിക്കാവുന്ന ഈ 4 വാർഡുകൾ പൊളിച്ചു കളഞ്ഞിട്ട് 4 വർഷം കഴിഞ്ഞിരിക്കുന്നു സാർ. ഇന്നിപ്പോൾ അവിടെ മെഡിക്കൽ കോളേജിൽ പോയി കഴിഞ്ഞാൽ ഒരു ബെഡിൽ 2 രോഗികൾ കിടക്കുകയാണ് സാർ. ഈ ദയനീയ അവസ്ഥ പൊളിച്ചു മാറ്റിയ വാർഡുകൾ യഥാസമയം നിർമ്മിക്കാത്തതുകൊണ്ടാണ് ഇത് പാർക്കിംഗ് ആയിട്ട് ഉപയോഗിച്ച്. ഇന്നിപ്പോൾ അവിടെ പോകുമ്പോൾ ഒരു ബോർഡ് വെച്ചിരിക്കുന്നുണ്ട്, അണ്ടർ കൺസ്ട്രക്ഷൻ. ഒരു കൺസ്ട്രക്ഷനും ആരംഭിച്ചിട്ടില്ല. 4 വർഷമായി പൊളിച്ചു കളഞ്ഞ വാർഡുകൾ നിർമ്മിക്കാൻ എന്തുകൊണ്ടാണ് വൈകിയത് എന്ന് മന്ത്രിക്ക് പറയാമോ? യെസ് മിനിസ്റ്റർ. സർ, ഒരു കാത്ത് ലാബ് അല്ല സർ. 9 വർഷം മുൻപ് ഒരു ജില്ലാ ആശുപത്രിയിലും കാത്ത് ലാബ് ഉണ്ടായിരുന്നില്ല. ഇപ്പോ സംസ്ഥാനത്തെ ഇടുക്കി ഒഴിച്ചുള്ള ആലപ്പുഴയിൽ തൊട്ടടുത്ത് തന്നെ കാത്ത് ലാബ് സ്ഥാപിക്കും. ഇടുക്കിയിലും നമ്മൾ ഇടുക്കി പാക്കേജിലും മെഡിക്കൽ കോളേജിൽ അനുവദിച്ചിട്ടുണ്ട്, പ്ലാൻ ഫണ്ടിലും അനുവദിച്ചിട്ടുണ്ട് സാർ. അപ്പോൾ ഇപ്പോൾ 13 ജില്ലകളിലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പോയി അവസാനം ഉദ്ഘാടനം ചെയ്തത് വയനാടാണ് സാർ. അതായത് വയനാടും കാസർഗോഡും ഉൾപ്പെടെ കാത്ത് ലാബുകൾ ഇന്ന് സാധ്യമായി. ഇത്തരത്തിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സകൾ സാധ്യമായിട്ടുണ്ട്. ഇനി മെഡിക്കൽ കോളേജുകളുടെ കാര്യം പറഞ്ഞാൽ സാർ, അവർ ജില്ലാ ആശുപത്രി ബോർഡ് മാറ്റി വെച്ചതേ ഉള്ളൂ. പക്ഷേ ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ സാർ 4 മെഡിക്കൽ കോളേജുകളിൽ പഠനം തുടങ്ങാൻ സാധിച്ചു. സംസ്ഥാനത്തെ മുഴുവൻ 14 ജില്ലകളിലും മെഡിക്കൽ കോളേജുകൾ ഉള്ള സംസ്ഥാനമായിട്ട് കേരളം മാറി സാർ. എല്ലാ ജില്ലകളിലും നഴ്സിംഗ് കോളേജുകളുള്ള സംസ്ഥാനമായിട്ട് കേരളം മാറി സാർ. ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ 21 നഴ്സിംഗ് കോളേജാണ് സാർ സർക്കാർ മേഖലയിലും സർക്കാർ അനുബന്ധ മേഖലയിലും തുടങ്ങിയിട്ടുള്ളത്. സാർ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ കാര്യം ചോദിച്ചത് നന്നായി സാർ. സാർ, കിഫ്ബിയിലൂടെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ എത്ര കോടി രൂപയാണ് ഉപകരണങ്ങൾക്ക് നൽകിയത് എന്നുള്ളത് സാർ. സാർ, 700 കഴിഞ്ഞ തൊട്ട് മുൻപ് അങ്ങേയും വിളിച്ചിരുന്നു, നമ്മുടെ MLT ബ്ലോക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തിരുന്നു. അതായത് കിഫ്ബിയിലൂടെ 724 കോടി രൂപ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അനുവദിച്ച് പുതിയ ബ്ലോക്കുകൾ അവിടെ നിർമ്മിക്കുകയാണ്. അവിടെയുള്ള പുതിയ മേൽപ്പാലം ഉൾപ്പെടെ അതുപോലെ MLT ബ്ലോക്ക് മറ്റ് അനുബന്ധ സൗകര്യങ്ങളെല്ലാം ഇതിന്റെ ഭാഗമായിട്ട് ഒരുക്കുകയാണ്. ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞെടുത്ത് സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കാണ് സാർ. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ, അതായത് അവരുടെ സാങ്ഷൻ വേണമായിരുന്നു സാർ. ഇത് പൊളിച്ചു മാറ്റിയിട്ട് ആ ഹൈറ്റ് അനുസരിച്ച് മാത്രമേ അത് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ സാധാരണ നിലയിലുള്ള ടെക്നിക്കൽ ആയിട്ടുള്ള പ്രൊസീജിയേഴ്സിന് പുറമെ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കൂടി സാങ്ഷൻ എടുത്തുകൊണ്ട് അവർ നിശ്ചയിക്കുന്ന ഹൈറ്റിലാണ് ആ കെട്ടിടം പണിയേണ്ടത് എന്നുള്ളത് കൊണ്ട് പലതരത്തിൽ അവരുമായിട്ട് ആശയവിനിമയം നടത്തി സാർ. അത് ആ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനം അവിടെ ഇപ്പോൾ ഉടനെ തന്നെ അതിന്റെ ഗ്രൗണ്ട് ലെവൽ എല്ലാം നടത്തി കഴിഞ്ഞു. ഉടനെ തന്നെ അത് ആരംഭിക്കും സാർ.